എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് റിലീസ് ആകുന്ന സിനിമകളുടെ അടക്കം 7 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറയുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ തുടരും. ലാലേട്ടനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തി ഹെവി പോസ്റ്റ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 6 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ഒരു ചെറിയ സിനിമയുടെ മഹാവിജയം എന്നെല്ലാം നിസ്സംശയം പറയാൻ സാധിക്കുന്ന സിനിമ കൂടിയാണ് തുടരും. ചിത്രം 6ാം ദിവസമായ ഇന്നലത്തെ കളക്ഷനോടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടി എന്ന മൈൽ സ്റ്റോണിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 6ാം ദിവസമായ ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 6 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രം ആദ്യ 6 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 40 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം തുടരും എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 5 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 95 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ 6ാം ദിവസമായ ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 11 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രം ആദ്യ 6 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടി കടന്ന് 106 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതോടെ തുടരുമെന്ന സിനിമയിലൂടെ ലാലേട്ടന് മറ്റൊരു റെക്കോർഡ് കൂടി നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഒരു മാസം കൊണ്ട് തന്നെ 200 കോടി ക്ലബിൽ കയറുന്ന ഏക ഇന്ത്യൻ നടനായി ഇതിനോടകം തന്നെ ലാലേട്ടൻ മാറിയിരിക്കുകയാണ്. അങ്ങനെ റെക്കോർഡുകൾക്ക് മേലെ റെക്കോർഡുകൾ പിന്നിട്ടുകൊണ്ട് മുന്നേറുന്ന തുടരുമെന്ന സിനിമയുടെ 7ാം ദിവസത്തെ കേരള പ്രീസെയിൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ വൈകിട്ടോടെ അപ്ഡേറ്റ് ആക്കപ്പെട്ട കേരള പ്രീസെയിൽ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം 4 കോടി 60 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇന്നലത്തേക്കാൾ മികച്ച കളക്ഷനാണ് ഇന്ന് ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഏകദേശം 8 കോടി 9 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷനും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കളക്ഷനോടെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടി ക്ലബിലേക്ക് എത്തപ്പെടുന്നതാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം മെയ് മാസം 1-ാം തീയതി ഇന്ന് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തുന്ന തമിഴിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ സൂര്യനായകനായി കാർത്തിക് സുബ്രായ് സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തുന്ന റെട്രോ. ചിത്രത്തിന്റെയും ഇന്നലെ വൈകിട്ടോടെ അപ്ഡേറ്റ് ആക്കപ്പെട്ട ഫൈനൽ വേൾഡ് വൈഡ് പ്രീസെയിൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ ഡീറ്റെയിൽ അപ്ഡേറ്റുകൾ ഇപ്പോഴത്തെ പുറത്തുവന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1 കോടി 45 ലക്ഷം രൂപയും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ 8 കോടി രൂപയും കർണാടകയിൽ 1 കോടി 25 ലക്ഷവും പ്രീസെയിൽ കളക്ഷൻ നേടിയ സിനിമ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം 90 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 25 ലക്ഷം രൂപയും പ്രീസെയിൽ കളക്ഷൻ നേടിയ സിനിമ. അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം റെട്രോ എന്ന സിനിമ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ നേടിയിരിക്കുന്നത് 11 കോടി 80 ലക്ഷം രൂപയാണ്. അതേസമയം ഓവർസീസിൽ നിന്ന് മാത്രം 4 കോടി 65 ലക്ഷവും പ്രീസെയിൽ കളക്ഷൻ നേടിയ സിനിമ. അങ്ങനെ റെട്രോ എന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 16 കോടി 50 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ഫൈനൽ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ വന്നിരിക്കുന്നത്. അതേസമയം മെയ് മാസം 1-ാം തീയതി ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് തെലുങ്കിൽ നിന്നും തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ നാനി നായകനെത്തിയ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഹിറ്റ് 3. ചിത്രത്തിന്റെയും ഏറ്റവും പുതിയ ഫൈനൽ വേൾഡ് വൈഡ് പ്രീസെയിൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രം 15 കോടിയിലേക്ക് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. ഇനി വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത മറ്റു സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യമേ തന്നെ ആലപ്പുഴ ജിംഖാന എന്ന നസ്ലിൻ നായകനായി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തി വിഷു വിന്നറായി മാറിയ സിനിമ കൂടിയാണല്ലോ ആലപ്പുഴ ജിംഖാന. നിലവിൽ 20 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ 20 ദിവസത്തെ ഏറ്റവും പുതിയ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ 37 കോടി 14 ലക്ഷത്തിലേക്ക് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് ഏകദേശം 69 കോടി 70 കോടി റേഞ്ചിലേക്ക് എത്തപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ബേസിൽ ജോസഫ് നായകനെ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ഡാർക്ക് ഫാമിലി കോമഡി ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ മരണമാസം. ചിത്രത്തിന്റെയും ആദ്യ 20 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം ആദ്യ 20 ദിവസം കൊണ്ട് 12 കോടി 69 ലക്ഷത്തിലേക്ക് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ എത്തിയിരിക്കുകയാണ്. അതേസമയം ഡീനോ ഡെന്നിസിന്റെ സംവിധാനത്തിൽ മെഗാസ്റ്റാർ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ബസൂക്ക എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 20 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 13 കോടി 51 ലക്ഷത്തിലേക്ക് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ എത്തിയിരിക്കുകയാണ്. അതേസമയം വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ തമിഴ് സിനിമയാണല്ലോ തലജിത്ത് നായകനായി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ഗുഡ് ബാഡ് അഗ്ലി. ചിത്രത്തിന്റെയും ഏറ്റവും പുതിയ 20 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 4 കോടി 95 ലക്ഷത്തിലേക്ക് ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ എത്തിയിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ ഏറെക്കുറെ ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ട സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഏകദേശം 230 കോടിയിലേക്ക് എത്തപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.